Hi everyone, good morning. This is Krishnadas from CADD National. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു ട്യൂട്ടോറിയലായിട്ടാണ് പലവരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് 3DS മാക്സിനകത്ത് ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റൂഫിങ് ചെയ്തെടുക്കുക എന്നുള്ളത്. റൂഫിൻ്റെ ഒരു മോഡലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുമ്പോൾ വരുന്ന റൂഫ് ടൈൽ എന്നുള്ള ഒരു പോർഷൻ നമ്മളതൊരു പ്ലഗിൻ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റുഡൻസുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലഗിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സെക്ഷനിലേക്ക് പോവാം. ഇതിനകത്ത് ഞാനിവിടെ ഓൾറെഡി ഒരു റൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് ടൈപ്പിലുള്ള റൂഫായാലും കുഴപ്പമില്ല കേട്ടോ, എൽ ടൈപ്പിലോ ടി ടൈപ്പോ അങ്ങനെ ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു റൂഫ്. ഞാനിവിടെ അതേ സിമ്പിൾ ആയിട്ടുള്ള റൂഫ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ റൂഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ക്രോസ് സെക്ഷനോ അതുപോലെ തന്നെ ബോക്സ് വെച്ചിട്ട് എഡിറ്റബിൾ പോളിയിലോ അങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലഗിൻ Atile എന്നാണ് ആ പ്ലഗിന്റെ പേര്. അപ്പൊ അത് ഞാനിത് ഇവിടെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. Atile എന്നാണ് ഈ പ്ലഗിന്റെ പേര് വരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റൂഫ് ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അപ്പൊ അതിന് ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്നുള്ളതിൽ ഞാനിവിടെ സ്ട്രൈറ്റ് ലൈൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് ടൈൽ ഏത് മോഡൽ, ഇഷ്ടംപോലെ മോഡൽസുകൾ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് പോലുള്ളത് ചെയ്യാം, അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് ഉണ്ട്. ഇതിൽ കുറേ ടൈപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ഇതിൽ റൂഫ് ടൈലുകൾ നമുക്ക് വരച്ചിട്ട് ആഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇപ്പൊ എന്തായാലും ഞാൻ ഇതിനകത്തുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റൂഫ് ടൈൽ 1 എന്നുള്ള ഈ ഒരു പ്ലഗിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഭാഗങ്ങളിലായിട്ട് റൂഫ് ടൈൽ പിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് ഞാൻ ഇവിടെ ഫ്രം റൂഫ് പ്ലെയിൻസ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ഭാഗങ്ങളിലും കറക്റ്റ് ആയിട്ട് അത് കറക്റ്റ് അല്ല എൻ്റെ സെന്ററിൽ തന്നെ ക്ലിക്ക് ചെയ്യണട്ടാ, എന്നാലാണ് പ്രോപ്പർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇവിടുത്തെ എല്ലാ മൂലോടുകളും അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ ഹോറിസോണ്ടല്, അതായത് ഈ ഭാഗത്ത് വരുന്ന റൂഫ് ടൈലുകൾ എങ്ങനെ കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി വീണ്ടും ടൈലിന്റെ ഷേപ്പിൽ മാറ്റം വരുത്തി അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്ര രസകരമായിട്ട് ചെയ്യാട്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഷേപ്പിലോ സൈസിലോ ഒക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇപ്പൊ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും ഓവർലാപ്പിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ഭംഗിയോറോ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ചെറിയ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒറിജിനൽ പോലുള്ള ഒരു രൂപത്തിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാനിവിടെ അതൊരു 0.5, അതുപോലെ തന്നെ ഇതൊരു 0.5. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ചെറിയ ടൈലുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ മോലുകളുടെ മാത്രമായിട്ട് ഈ കോർണറിൽ വരുന്ന ഓടുകളുടെ മാത്രമായിട്ട് നമുക്ക് സൈസിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ജസ്റ്റ് അതിന്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഒരു 0.7 വെച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർലാപ്പിംഗ് സംബന്ധമായിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂസുകളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിന് കളറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ഓട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കളറുകളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പൂപ്പൽ വന്നിട്ടുള്ള ടൈപ്പോ ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഷീറ്റ് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കളർ തന്നെ കൊടുത്തു പോവാം. പക്ഷെ കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കളർ വേരിയേഷനുകൾ ചെയ്യാൻ പറ്റും. അതായത് ചില ഓടുകൾ ഡാർക്ക്, ചില ഓടുകൾ ലൈറ്റ്, അത്തരത്തിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തൊരു പാരാമീറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേരിയേഷൻ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് മെറ്റീരിയൽ ഐ ഡി, സാധാരണ 3ds മാക്സിന്റെ മെറ്റീരിയൽ ഐ ഡി ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എത്ര ടൈപ്പിലുള്ള മെറ്റീരിയലാണ് വേണ്ടത് അത് ഇതിനകത്ത് അസൈൻ ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ സാധാരണ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് മെറ്റീരിയൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് വീര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീരയും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എന്റെ മെറ്റീരിയൽ എഡിറ്റർ ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും. അപ്പൊ അതെ നമ്മുടെ മെറ്റീരിയൽ എഡിറ്റർ ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിവിടെ സാധാരണ മെറ്റീരിയൽ അല്ല യൂസ് ചെയ്യുന്നത്, മൾട്ടി സബ് ഒബ്ജക്റ്റ് എന്നുള്ള ഡിഫറെന്റ് കളറുകൾ കൊടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ മെറ്റീരിയൽസിനകത്ത് വീര ടാബിലല്ല ജനറൽ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ ജനറൽ മെറ്റീരിയലിൽ വന്നു കഴിഞ്ഞാൽ മൾട്ടി സബ് ഒബ്ജക്റ്റ് എന്നുള്ള മെറ്റീരിയൽ കാണാം. ആ ഒരു മെറ്റീരിയൽ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 വേരിയേഷനിലുള്ള കളറുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റ് നമ്പർ ഞാൻ ഇവിടെ 3 എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു നണ്ണിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകൾ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീര മെറ്റീരിയൽ യൂസ് ചെയ്യാം. അപ്പൊ വീര ഒരു ഗ്ലോസിനെസ്സോ റഫ്നെസ്സോ അതൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഡിഫ്യൂസ് ഫസ്റ്റത്തെ ഒരു കളറ് ജസ്റ്റ് ഒരു ഓറഞ്ച്, നമ്മുടെ സാധാരണ കാണുന്ന കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഒരു കളർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഞാൻ കോപ്പി ചെയ്തിടുന്നുണ്ട്. കോപ്പിയാണ് ചെയ്യണത്. അത് മാത്രമല്ല കോപ്പി ചെയ്യുമ്പോൾ അതിന്റെ കളർ വേരിയേഷനിലും ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഈ 68 എന്നുള്ളത് ഞാനൊരു
58 കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ഡാർക്ക് ആയിട്ടുള്ളത് കിട്ടി. അപ്പൊ രണ്ട് കളറുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ഇതുപോലെ തന്നെയാണ് കോപ്പി ചെയ്തിരുന്നുണ്ട്. കളറിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഒരു വേരിയേഷൻ കൊടുക്കുന്നുണ്ട്. 48 ആക്കിയിട്ട്. അപ്പൊ 68, 58, 48. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ആവട്ടെ. ഞാൻ ഒരു കളർ വേരിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആക്കിയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നുണ്ട്. ഓക്കെ എന്നുള്ളത് അതെ പക്കയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വേരിയേഷൻ അത് ഇവിടെ ചെയ്യുമ്പോൾ വേരിയേഷൻ വരുന്നില്ലെങ്കിൽ അതിന്റെ അകത്ത് കയറിയിട്ട് വേരിയേഷൻ കൊടുക്കട്ടെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് അസൈൻ കൊടുക്കുക. ഷോ കൊടുക്കേണ്ട ആവശ്യമില്ല. ടെക്സ്ചർ ഇട്ടിട്ടില്ലല്ലോ നമ്മൾ. ടെക്സ്ചർ ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ ഇട്ട് കൊടുക്കട്ടെ. ചെറിയൊരു പൂപ്പലൊക്കെ വന്ന പോലുള്ള ഒരു ഫീല് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതേ നല്ല രസകരമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകൾ. ഇതൊക്കെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ ചെയ്യണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു പ്ലഗിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലഗിനാണ്. ഒരുപാട് സ്റ്റുഡൻസുകൾ ചോദിച്ചിട്ടുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്കുകളൊക്കെ പുറമേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അതിലൊക്കെ ഇത്തരത്തിലുള്ള റൂഫ് ടൈലുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ ഇട്ട പോലുള്ള ഒരു ഫീലൊക്കെ കളഞ്ഞിട്ട് നല്ല ഒറിജിനൽ പോലെയുള്ള ഓടുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു ഓപ്ഷനാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഇത് ഗുണകരമാണെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു എവരിവൺ.